വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. NIOS SSLCയിലെ ബേസിക് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതുപോലെ തന്നെ മുമ്പ് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസറുകളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ബേസിക് കമ്പ്യൂട്ടിംഗ് എന്ന സബ്ജക്റ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ. അപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് എന്താണ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്നുള്ളത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇവർ പറയുന്നത് എന്താണ് കമ്പ്യൂട്ടർ എന്ന് ചോദിക്കുന്നുണ്ട് ഇവർ. വാട്ട് ഈസ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, അതായത് അതിൻ്റെ ഒരു ഫങ്ഷണൽ രീതി അല്ലാണ്ട് നമുക്ക് വേറെ രീതിയിൽ പറയാം എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറും കൂടി കൂടിച്ചേർന്നിട്ടുള്ള സംവിധാനമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, നമുക്ക് സിമ്പിളായിട്ട് പറയാം അല്ലേ. അതുപോലെ തന്നെ അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറുകളും കൂടി ചേർന്നാണ് എന്ത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് വരുന്ന ഒരു ഭാഗം എന്ത് തന്നെയാണ്, എന്താണ് ഹാർഡ്വെയർ, എന്താണ് സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ ഹാർഡ്വെയർസ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി കാണാനും നമുക്ക് സ്പർശിക്കാനൊക്കെ പറ്റുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഹാർഡ്വെയർസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കലി നമുക്ക് കാണാനോ അല്ലെങ്കിൽ നമുക്ക് സ്പർശിക്കാനൊന്നും പറ്റാത്ത ബട്ട് അനിവാര്യമായിട്ടുള്ള ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സോഫ്റ്റ്വെയർസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗം കൂടിയായിരുന്നു ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതായത് ഹാർഡ്വെയർസിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാറുണ്ട് ഇതിൽ ഈ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന മറ്റൊരു ഭാഗമാണ് കമ്പ്യൂട്ടറിൻ്റെ, അതായത് ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ യൂണിറ്റുകളുണ്ട്, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതായത് നമുക്കതിനെ ഫംഗ്ഷൻ യൂണിറ്റുകൾ എന്നൊക്കെ വിളിക്കാം. പ്രധാനപ്പെട്ട 4 ഫംഗ്ഷൻ യൂണിറ്റുകളാണ് ഇതിലുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ കോമ്പണൻസ് എന്ന് വിളിക്കാം. അത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട 4 കോമ്പണൻസ് എന്ന് പറയുന്നത്. സോ അതിൽ 4 ആദ്യം വരുന്നത് ഇൻപുട്ട് യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. പിന്നെ മെമ്മറി യൂണിറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോസസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് വരുന്നുണ്ട്. ഈ ഒരു 4 ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ബാക്കിയുള്ള എല്ലാത്തിൽ എന്താണ് ഉടനീളം പറയുന്നത്. അതായത് ഈ ഒരു ഓരോ യൂണിറ്റും എല്ലാം നമ്മൾ വിശദീകരിച്ച് പറയുകയാണെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു 4 കോമ്പണൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ മുഴുവനായിട്ട് വിശദീകരിച്ച് പറയുന്നത്. സോ ഇതിൽ ആദ്യത്തെ ഒരു ഭാഗം ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എന്ത് ചെയ്യാണ് സിസ്റ്റത്തിലൊരു ഡാറ്റ കൊടുക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് സിസ്റ്റത്തിനോട് ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻപുട്ട് യൂണിറ്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം സിസ്റ്റത്തിലോട് ടൈപ്പ് ചെയ്യാൻ പറ്റും. സോ അതിന് സഹായിക്കുന്ന, അതായത് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്ന സംവിധാനത്തെ നമ്മളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്ന സംവിധാനം നടത്താൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസസുകൾ നമ്മൾ എന്ത് വിളിക്കുന്നു, നമ്മൾ ഇൻപുട്ട് ഡിവൈസസും എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരുപാട് ഇൻപുട്ട് ഡിവൈസസിന് നമുക്ക് ഉദാഹരണം നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾസ് കീബോർഡ്സ് ഉണ്ട്, കീബോർഡ്, മൗസ് ഒക്കെ നമുക്ക് അതിന്റെ എക്സാമ്പിളുകളാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗമാണ് നമുക്ക് ആദ്യം പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് മെമ്മറി യൂണിറ്റ് ആണ്. മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് സിസ്റ്റത്തിന് സ്റ്റോറേജ് സംവിധാനം പ്രദാനം ചെയ്യുന്ന ഒരു ഭാഗമാണ് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. സിസ്റ്റത്തിന് സ്റ്റോറേജ് എന്ന് പറയുന്നത് വളരെ ആവശ്യകതയാണ് അല്ലേ. സിസ്റ്റം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് ആ സംവിധാനം നമുക്ക് നടപ്പാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ 2 ടൈപ്പ് മെമ്മറി യൂണിറ്റ് തന്നെ 2 തരം ആക്കിയിട്ടുണ്ട്. പ്രൈമറി യൂണിറ്റ്, അതുപോലെ തന്നെ സെക്കൻഡറി യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട്. സെക്കൻഡറി മെമ്മറി, പ്രൈമറി മെമ്മറി. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഭാഗത്തിൽ തന്നെയാണ് നമ്മൾ റാം ആൻഡ് റോം എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. പ്രോസസ്സിംഗ് യൂണിറ്റിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റയെ ഏത് രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും, ആ ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യാണ്, അത് അവിടെ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, അത് ക്രിയേറ്റ് ആകുന്നത്, ആ ഒരു രൂപത്തിലോട്ട് കൺവേർട്ട് ആക്കുന്നതെന്നാണ് അവിടെ വെച്ചാൽ. അത് എല്ലാവിധ പ്രോസസ്സിംഗ് നടക്കുന്നത് എവിടെയാണ്, പ്രോസസ്സിംഗ് യൂണിറ്റിലാണെന്ന് മാത്രം. അപ്പോൾ ഈ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന സംവിധാനം നടപ്പിലാക്കാൻ വേണ്ടി ഒരു കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് CPU എന്ന് പറയുന്നത്. കൺട്രോൾ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. ഈ CPU തന്നെ 2 ഭാഗങ്ങൾ കൂടിച്ചേർന്നാണ് CPU എന്ന് പറയുന്നത്. CU കൺട്രോൾ യൂണിറ്റ് പ്ലസ് ALU അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഭാഗങ്ങൾ കൂടിച്ചേർന്നാണ് CPU എന്ന് പറയുന്നത്. CPU നമ്മൾ കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് കമ്പ്യൂട്ടറിനെ, കാരണം ആ ഒരു കമ്പ്യൂട്ടറിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന എന്താണ് ഈ ഒരു CPU എന്ന് പറയുന്ന സംവിധാനമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു CPU തന്നെ 2 ഭാഗമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, CU ആൻഡ് ALU. റൈറ്റ്, അപ്പൊ ഇതിൽ CU എന്ന് പറയുന്നതിൽ എന്താണ്, അതിലാണ് മെയിൻ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. ALUവിലാണ് എന്ത് അരിത്മെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് നടക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്,
പ്രോസസ്സ് കഴിഞ്ഞു. നമുക്ക് എന്തെങ്കിലും ഇനി യൂസറിന് റിസൾട്ട് കിട്ടണം, റൈറ്റ്? റിസൾട്ട് അതായത് യൂസറിന് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് യൂസറിന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് ആ ഒരു സംവിധാനം നമുക്ക് നൽകുന്ന ഭാഗമാണ് നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ലാസ്റ്റ് കോമ്പണന്റ് എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്ന സംവിധാനം. സോ ഔട്ട്പുട്ട് ഡിവൈസസുകളുടെ സഹായത്തോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സ് നമ്മൾ നടത്തുന്നത്. സോ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഡാറ്റയെ ഒരു ഔട്ട്പുട്ട് ആയിട്ട് നമ്മളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസുകളെയാണ് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, നമുക്ക് സ്പീക്കേഴ്സ് ഉപയോഗിക്കാം, സ്പീക്കേഴ്സ് അല്ലെ, നമുക്ക് ശബ്ദം നമുക്ക് പുറത്തെടുപ്പിക്കാം. അതുപോലെ തന്നെ ഡിസ്പ്ലേസ് അല്ലെ, വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യിക്കാൻ പറ്റും, നമുക്ക് ഇതിലൂടെ പുറത്തെടുപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം. ഈ ഒരു ഭാഗം തന്നെയാണ് നമുക്ക് ഈ ചാപ്റ്ററിലുടനീളം പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിൽ നിന്നാണ്, അതായത് ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്യുന്ന ഒന്നും കൂടി വിശദീകരിച്ചാണ് നമ്മൾ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. ഒന്നുകൂടി വിശദീകരിച്ചുള്ള ഭാഗങ്ങളാണ് ഓരോ യൂണിറ്റിന്റെ കീഴിലും അഥവാ ഓരോ കോമ്പണൻസിന്റെ കീഴിലുള്ളത്. സോ ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗത്ത് തന്നെയാണ് നമുക്ക് പൊതുവായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു ഇതെല്ലാം ഇത് നമ്മൾ പ്രധാനപ്പെട്ട ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വിത്ത് നമ്മളുടെ സ്ക്രീൻ ഷെയർ, അത് അതിൻ്റേതായിട്ടുള്ള നോട്ടുകളും കാര്യങ്ങളോടൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ നാഷണൽ അക്കാഡമി ടീമുമായിട്ട് ബന്ധപ്പെടാം. അതിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോയിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.